ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്ലാസ് 10th ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, വളരെ ഈസിയായി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്ന കുറേ ടോപ്പിക്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ക്ലാസ് 10th അല്ലെങ്കിൽ ബേസിക് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ദ ഫ്ലോ ഓഫ് ചാർജസ്, മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാറുള്ളത് മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെയാണ്. അപ്പോൾ +2 ഫിസിക്സിൽ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇലക്ട്രിസിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫ്ലോ ഓഫ് ചാർജസ് എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റിയുടെ ഒരു കോൺസെപ്റ്റ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നും നമ്മൾ ഡെഫിനിഷനിൽ വെക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ കറണ്ട് എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും, എല്ലാ കുട്ടികളും റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പതുക്കെ ഗ്രാജ്വലി നമുക്ക് 1 by 1 ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് ഇവിടെ വരുന്നത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ അതിൽ വരുന്ന യൂണിറ്റ്സും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ആദ്യം ഓർത്തു വെക്കേണ്ട ഒരു കോൺസെപ്റ്റ്, വാട്ട് ഈസ് ഇലക്ട്രിക് കറൻറ്റ്. സോ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക, വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് കറൻറ്റ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരും മാർക്ക് ലൂസ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ട് നമുക്കതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ്, ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നൊക്കെ നമുക്കതിൻ്റെ ഡെഫിനിഷൻ പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് നമുക്ക് പറയുന്നത്. ദെൻ ഇലക്ട്രിക് ചാർജിനെ നമുക്ക് ഇക്വേഷൻ വൈസ് എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? I = Q/T എന്ന് എഴുതാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ എങ്ങനെ എഴുതാം ഡിയർ സ്റ്റുഡൻസ്? ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണേ. I = Q/T. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാർജാണ്. എന്താണ് Q? Q എന്ന് പറഞ്ഞാൽ ചാർജാണ്. Q എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ കൂളം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ചാർജുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തു അല്ലേ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ ക്യൂവിന് കൂളം എന്ന് പറയുന്ന യൂണിറ്റ് കൊടുക്കുന്നത്. ടൈം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് വളരെ ഈസിയാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് പറയൂ, എന്താണ് ടൈമിൻ്റെ യൂണിറ്റ് വരുന്നത്? സെക്കൻഡാണ്. സോ നമുക്ക് പറയാം കറൻറ്റ് എന്ന് പറയുന്നത് അല്ലേ ആംപിയർ പെർ സെക്കൻഡ് ആണ് എന്ന് പറയാം. അതായത് ആംപിയർ പെർ സെക്കൻഡ് അല്ല, കൂളം പെർ സെക്കൻഡ് ആണ് എന്ന് പറയാം. സോ I = ഇക്വേഷൻ ബേസിൽ Q/T എന്നെഴുതാം. Q എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് പറയൂ, എന്താണ് Qയുടെ യൂണിറ്റ് വരുന്നത്? കൂളമാണ്. ടൈം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് വരുന്നത് എന്താണ്? സെക്കൻഡാണ്. സോ നമുക്ക് പറയാം കറൻറ്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കൂളം പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഈ കൂളം പെർ സെക്കൻഡ് ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംപിയർ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം 1 ആംപിയർ = എന്തിനോട് ഈക്വലാണ്? കൂളം പെർ സെക്കൻഡിനോട് ഈക്വലാണ്. സോ എല്ലാവരും ഓർത്ത് വെക്കുക, ഫസ്റ്റ് ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത് I = Q/T എന്ന് പറയുന്ന ഇക്വേഷനാണ്. വേർ Q ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, എത്ര ചാർജ് ഫ്ലോ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ T എന്ന് പറയുന്നത്
ടൈമാണ്. സോ രണ്ടിൻ്റെയും യൂണിറ്റ് SI യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാവരും ഓർത്ത് വയ്ക്കുക. Q എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കൂളമാണ്, T എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് ആണ്. സോ കൂളം പെർ സെക്കൻഡ് എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക ഒന്നുകൂടി. എന്താണ് ഞാൻ പറഞ്ഞത്? അംപിയർ എന്ന് പറഞ്ഞാൽ കൂളം പെർ സെക്കൻഡിനോട് ഈക്വൽ ആണ്. സോ അതാണ് നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി കുറച്ച് കൺവേർഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്, എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. 1 മില്ലി ആംപിയർ എത്ര ആംപിയർ ആണ്? 10⁻³ ആംപിയർ ആണ്. 1 മില്ലി ആംപിയർ എത്ര ആംപിയർ ആണ്? 10⁻³ ആംപിയർ ആണ്. അതുപോലെ തന്നെ 1 മൈക്രോ ആംപിയർ അല്ലേ? 1 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആംപിയർ ആണ്? 10⁻⁻6 ആംപിയർ ആണ്. 1 മൈക്രോ ആംപിയർ എത്രയാണ്? 10⁻⁻6. മില്ലി ആണെങ്കിൽ എത്രയാണ്? -3. മൈക്രോ ആണെങ്കിൽ എത്രയാണ്? -6. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ കറൻറ്റിൻ്റെ ഒരു ഇക്വേഷനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൺവേർഷനും. നമുക്ക് എപ്പോഴും പ്രോബ്ലംസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. മില്ലി -3, മൈക്രോ -6. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ മെഗയാണ് വരുന്നതെന്ന് വെച്ചോ, ക്യാപിറ്റൽ M ആണ് വരുന്നതെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്തായിരിക്കും വരിക? 10⁻+6 ആണ് വരിക അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള കൺവേർഷൻസ് ഒക്കെ നമ്മൾ +1 പഠിക്കുന്നുണ്ട്. സോ ആ ഒരു കൺവേർഷൻസ് എല്ലാവരും ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. കൂടാതെ ഒരു ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. I = ലിമിറ്റ് Δt ടെൻഡിങ് ടു 0 Δq/Δt ദാറ്റ് ഈസ് ഈക്വൽ ടു dq/dt. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, ഓർത്ത് വെക്കണം. അതായത് സമയം വളരെ അപ്രോക്സിമേറ്റ് 0 ആവുന്നൊരു കോൺസെപ്റ്റിൽ, അപ്പോൾ ചേഞ്ച് ഇൻ ചാർജ് ബൈ ചേഞ്ച് ഇൻ ടൈം, അതിന് നമുക്ക് dq/dt എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഡിഫറൻസിയേഷൻ ആണ് അല്ലേ? നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ അതുകൂടി ഓർത്ത് വെക്കുക. I = ലിമിറ്റ് Δt ടെൻഡിങ് ടു 0 Δq/Δt, അല്ലെങ്കിൽ അതിന് dq/dt എന്ന് കൂടി പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റുകൾ ക്ലിയർ അല്ലേ? ഇക്വേഷൻസും അതിൻ്റെ കുറച്ച് കൺവേർഷൻസും ആണ് നമ്മൾ പറഞ്ഞത്. ആഫ്റ്റർ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളൊക്കെ ഡൊമസ്റ്റിക് അപ്ലയൻസസ് അല്ലേ, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും അപ്ലയൻസ് ആണെങ്കിലും നമ്മൾ ഇലക്ട്രിസിറ്റിയെ ബേസ് ചെയ്തിട്ട് ഡെയിലി ബേസ് ഉപയോഗിക്കുന്നവരാണ്. റൈറ്റ് നൗ ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ കറൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രമാണ് നമ്മുടെ ഒരു ലൈഫിൽ വരുന്നത് അല്ലേ? ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മുടെ TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, ഇൻഡക്ഷൻ കുക്കർ, ഇങ്ങനെ നോക്കിയാൽ റൈറ്റ് നൗ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെജോറിറ്റി അപ്ലയൻസസും ഒരു ഇലക്ട്രിസിറ്റി ബേസ് ചെയ്തിട്ടാണ്. സോ അതിൽ എത്ര കറൻറ്റ് വരുന്നുണ്ടാകും? ഒരു ആവറേജ് ലെവൽ വെച്ച് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ എടുത്തതാണ്. ഡൊമസ്റ്റിക് അപ്ലയൻസസിൽ അപ്രോക്സിമേറ്റ് അത് 1 ആംപിയർ റേഞ്ചിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്നിങ്ങിലെ ട്രാൻസിയൻറ്റ് കറൻറ്റ് എന്നാണ് ലൈറ്റ്നിങ്ങിനെ പറയുക. എന്താണ് ട്രാൻസിയൻറ്റ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ കുറഞ്ഞ ഒരു സമയത്തിൽ ഒരു ലാർജ് കറൻറ്റ് വരുന്ന ഒരു കോൺസെപ്റ്റാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ചെറിയ ഒരു സമയത്തിനുള്ളിൽ, ഒരു ഷോർട്ട് ഡ്യൂറേഷനിനുള്ളിൽ ഒരു ഹെവി കറൻറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ആ ഒരു സമയത്ത് ഹെവി ലൈറ്റ്നിങ്, സാധാരണ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് ഒരു ഹെവി കറൻറ്റ് വരാറുണ്ട്. സോ ആ ഒരു വാല്യൂ പഠിച്ചു വെക്കാം, 10⁻⁴ ആംപിയർ ആണ്. ലൈറ്റ്നിങ് വെരി ഡേഞ്ചറസ് ആണ് അല്ലേ? സോ ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പുറത്ത് നിൽക്കുന്നത് വളരെ ഡേഞ്ചറാണ്, അതെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ മെറ്റാലിക് ബോഡിയുമായി ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ എവേ ആയിട്ട് നിൽക്കണം. കാരണം എന്താ? ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹെവി കറൻറ്റാണ്, ട്രാൻസിയൻറ്റ് കറൻറ്റ് എന്നാണ് പറയുക. ചെറിയ ഒരു സമയത്തിനുള്ളിൽ ഒരു ഹെവി കറൻറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത്രമാത്രം കറൻറ്റാണ് അത് എർത്തിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് നമ്മളിതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഹെവി കറൻറ്റ് നമ്മുടെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് തന്നെ ഡെത്ത് സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. സോ എല്ലാവരും അത് ശ്രദ്ധിക്കുക കൂടി വേണം കേട്ടോ. സോ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് ഒരു ഹെവി കറൻറ്റ് നമ്മുടെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്രോക്സിമേറ്റ് 10⁻⁴ ആംപിയർ ആണ്. അതുപോലെ നമ്മുടെയൊക്കെ ഹ്യൂമൻ ബോഡിയിലെ നെർവ്സ് എന്ന് പറയുന്ന ഒരു
അല്ലേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഭാഗങ്ങളുണ്ട്. സോ ആ ബോഡി പാർട്ടിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നെർവ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിൻ്റെ റേറ്റിംഗ് ഓർത്ത് വെക്കാം. 10⁻⁻6 ആംബിയർ ആണ്. ദാറ്റ് ഈസ് 1 മൈക്രോ ആംബിയർ ആണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഞാൻ ഈ സ്ലൈഡിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവർക്കും ആ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സ്റ്റുഡൻസ്, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ടൈപ്സ് ഓഫ് കറൻ്റ് ഉണ്ട്. സോ ആ കറൻ്റ് ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഫിഗേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഫിഗേഴ്സിൽ കൊടുത്തിട്ടുള്ളത് കൺവെൻഷണൽ കറൻറ്റും, അതായത് നമ്പർ 2 നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രോണിക് കറൻറ്റും. ഇങ്ങനെ 2 കറൻറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ കൺവെൻഷണൽ കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് പോസിറ്റീവിൽ നിന്ന് അത് മൂവ് ചെയ്യുന്നു ടു ദ നെഗറ്റീവ് സൈഡ് എന്ന് പറയാം. അതേ സമയത്ത് ഇലക്ട്രോണിക് കറൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പോസിറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ഒപ്പോസിറ്റാണ് എവിടെ വരുന്നത്, ഇലക്ട്രോണിക് കറൻറ്റ് വരുന്നത്. അതായത് ആദ്യം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ ഇപ്പോൾ അത് എവിടെ നിന്ന് എവിടേക്കായിരിക്കും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. സോ രണ്ടിൻ്റെയും ഡയറക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യാസമായിരിക്കും. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കൺവെൻഷണൽ കറൻ്റ് ആണ്, മറ്റൊന്ന് ഇലക്ട്രോണിക് കറൻ്റ് ആണ്. അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ 2 പൊസിഷനിലേക്കായിരിക്കും. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഫ്ലോ നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് കൺവെൻഷണൽ കറൻറ്റ്, നമ്പർ 2 ഇലക്ട്രോണിക് കറൻറ്റ് അല്ലേ. അപ്പോൾ കൺവെൻഷനിലും അതുപോലെ ഇലക്ട്രോണിക് കറൻറ്റും എന്ന് പറയുമ്പോൾ കൺവെൻഷനിൽ വളരെ ഈസിയാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടേക്ക്, നെഗറ്റീവിലേക്ക്. അതേ സമയത്ത് ഇലക്ട്രോണിക് കറൻറ്റ് ആകുമ്പോഴോ ജസ്റ്റ് എക്സാക്റ്റ് ഓപ്പോസിറ്റ് മോഷനാണ് അതുണ്ടാവുക. എവിടെ നിന്ന് എവിടേക്കാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് അതിൻ്റെ ഫ്ലോ ഉണ്ടാവുക. എല്ലാ കുട്ടികൾക്കും അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ശരിയല്ലേ? ദെൻ അടുത്ത് നിങ്ങളിതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്, ലൈക്ക് ഇലക്ട്രിക് കറൻറ്റ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണോ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് നമ്മൾ ജനറലി അത് ഇൻക്ലൂഡ് ചെയ്യുക ഏതിലാണ്, സ്കെയിലാർസിലാണ് അല്ലേ. അപ്പോൾ സ്കെയിലാർസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും അതുപോലെ വെക്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് സ്കെയിലാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളുവെങ്കിൽ അതിനെയാണ് നമ്മൾ എവിടെ പറയുക, സ്കെയിലാർസിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അതേസമയത്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും അറ്റ് ദ സെയിം ടൈം അതിന് ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എവിടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം, വെക്ടേഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആക്ച്വലി ഈ കറൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കെയിലാർസിലാണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ബിക്കോസ് വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ +1 മോഷൻ ഇൻ എ പ്ലെയിൻ അതിൽ വരുന്ന വെക്ടേഴ്സ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട് വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ വെക്റ്റർ അഡീഷൻ എന്നുള്ളത് ആർക്ക് അപ്ലിക്കബിൾ അല്ല, ഈ ഇലക്ട്രിക് കറൻറ്റ് ആ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രിക് കറൻറ്റ് നമ്മൾ ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്, സ്കെയിലാർസിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഓർത്ത് വെക്കൂ. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, കാരണം അത് വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. റീസൺ ഓർത്ത് വയ്ക്കുക, അത് വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. വളരെ ഈസി അല്ലേ. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അത് എന്തിനെ ഒബേ ചെയ്യുന്നില്ല, വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്പർ 1 ഇലക്ട്രോണിക് കറൻറ്റും അതുപോലെ തന്നെ കൺവെൻഷണൽ കറൻറ്റും രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് ജനറലായിട്ട് ഓർത്ത് വയ്ക്കുക. നമ്പർ 2 സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും എല്ലാവരും ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ലൈക്ക് Q/T ആണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് +2 ഫിസിക്സിലെ ചാപ്റ്റർ നമ്പർ 1 ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളെല്ലാവരും പഠിച്ചൊരു ഇക്വേഷനാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ കുട്ടികളെ? ഡിയർ സ്റ്റുഡൻസ്, നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ എന്താണ് ക്വാണ്ടൈസേഷൻ? Q = NE. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ Q = NE ഇവിടെ കൊടുക്കുകയാണെങ്കിൽ സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇത് ഇക്വേഷൻ NE/T എന്ന് എഴുതാം
ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഐ എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഐ ഈക്വൽ ടു NE/T എന്ന് എഴുതാം. N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. E എന്ന് പറഞ്ഞാലോ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളമാണ്. അപ്പോൾ ഓർത്ത് വെക്കൂ, കറൻറ്റിൻ്റെ ഇക്വേഷൻ I ഈക്വൽ ടു Q/T എന്നാണ്. Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് Ne എന്ന് പറയുന്ന ക്വാണ്ടൈസേഷൻ ഇക്വേഷൻ വെച്ച് എഴുതാം. ദാറ്റ് ഈസ് Ne/T എന്ന് എഴുതാം. ദെൻ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? I ഈക്വൽ ടു Ne × 1/T എന്ന് എഴുതാം. ശരിയല്ലേ കുട്ടികളെ? I ഈക്വൽ ടു Ne × 1/T എന്ന് എഴുതാം. ദെൻ Ne × 1/T എന്നുള്ളത്, ഈ 1/T എന്താണ്? ഫ്രീക്വൻസിയാണ്. സോ നമുക്ക് ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാം? I ഈക്വൽ ടു N × E × F എന്ന് എഴുതാം. ദാറ്റ് ഈസ് I ഈക്വൽ ടു നെഫ് എന്ന് പഠിച്ചു വെക്കാം. I ഈക്വൽ ടു നെഫ് എന്ന് പഠിച്ചു വെക്കാം. I ഈക്വൽ ടു നെഫ് എന്ന് പഠിച്ചു വെക്കാം. സോ ഓർത്ത് വെക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. I ഈക്വൽ ടു Q/T ആണ്. ദെൻ Q ഈക്വൽ ടു Ne ആണ്. ദെൻ I ഈക്വൽ ടു Ne × 1/T ആണ്. ദെൻ I ഈക്വൽ ടു നെഫ് എന്ന് പറയുന്ന ഇക്വേഷൻസ് വെച്ചു നമുക്ക് കറൻറ്റിനെ ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഒരു ലൈക്ക് ഇലക്ട്രോണിൻ്റെ കേസിൽ അത് റിവോൾവ് ചെയ്യുന്നുണ്ട് ഓർബിറ്റലിൽ. സോ ആ ഒരു കേസിൽ ടൈം പീരിയഡിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് അല്ലേ എങ്ങനെ നോക്കാം? T ഈക്വൽ ടു 2πr/. വെലോസിറ്റി. എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ പഠിച്ചിട്ടുള്ളത്? വെലോസിറ്റി ഈക്വൽ ടു എന്താ? വെലോസിറ്റി ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഒരു സർക്കുലാർ മോഷനാണ് എന്നുണ്ടെങ്കിൽ അല്ലേ, ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് മോഷനാണ്? ഒരു സർക്കുലാർ മോഷനാണ്. സോ അതിൻ്റെ സർക്കംഫറൻസ് എന്താ? സർക്കംഫറൻസ് എന്നുള്ളത് എന്തിനോട് ഈക്വലാണ്? 2πr ഈക്വലാണ്. ശരിയല്ലേ? സോ വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? സർക്കംഫറൻസ് ബൈ ടൈമാണ്. അതിൽ നിന്ന് ടൈമിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അല്ലേ? 2πr/ വെലോസിറ്റി എന്ന് എഴുതാം. സോ അങ്ങനെയും ഒരു ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീക്വൻസിയുടെ ഒരു ഇക്വേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, 1/T എന്ന് എഴുതാം. ദെൻ അപ്പോൾ 1/T പറയുമ്പോൾ T ഇവിടെ കിട്ടിയിട്ടില്ലേ? 2πr/v. സോ ഈ V എന്നുള്ളത് ഏറ്റവും ന്യൂമറേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ ഫ്രീക്വൻസി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? V / 2πr എന്ന് എഴുതാം. ശരിയല്ലേ? ദെൻ ഒരു ഇക്വേഷൻ കൂടി അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു I ഈക്വൽ ടു നെഫ് എന്നാണ് ഞാൻ പറഞ്ഞല്ലേ. I ഈക്വൽ ടു എന്താണെന്നാ പറഞ്ഞ്? നെഫ്. ഓർത്ത് വെക്കൂ, I ഈക്വൽ ടു നെഫ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ദെൻ ഓർബിറ്റലിൽ 1 റെവല്യൂഷൻ, അതായത് N-ന് 1 നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? E × F എന്ന് എഴുതാം. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി ബൈ 2πr ആണ്. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് എഴുതാം? EV / 2πr. സോ ഡിയർ സ്റ്റുഡൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. വളരെ ഈസിയാണ്, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. സോ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു പാർട്ടുമായി ബേസ് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻസ് ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും ചെയ്യണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള പാർട്ടാണ്. ആരും മാർക്ക് കളയരുത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈസി ആയിട്ട്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം, മാർക്ക് വാങ്ങാം. ഓക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ. 10⁻20 ഇലക്ട്രോൺസ്. സോ N ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? 10⁻20 എടുക്കാം. ദെൻ ഹാവിങ് എ ചാർജ്, ഇലക്ട്രോണിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.6 × 10⁻⁻19 കൂളോം. പാസ് ഫ്രം എവിടെ നിന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? എയിൽ നിന്ന് ടുവേർഡ്സ് അനദർ പോയിന്റ് B. എയിൽ നിന്ന് ബിയിലേക്ക് അത് പോകുന്നു. എത്ര ടൈമിൽ? ടൈം തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ്. ഇനി എന്താണ് കാണേണ്ടത്? വാട്ട് ഈസ് ദ കറന്റ് ഇൻ ആംബിയർ? സോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു I ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? Q/T ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് I? എല്ലാവരും ഒന്ന് പറഞ്ഞേ. I ഈക്വൽ ടു Q/T ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് Q ഈക്വൽ ടു Ne അല്ലേ? ക്വാണ്ടൈസേഷൻ കോൺസെപ്റ്റ് വെച്ചിട്ട് I ഈക്വൽ ടു Q/T ഈക്വൽ ടു Ne/T. What is the equation? I ഈക്വൽ ടു Q/T ഈക്വൽ ടു Ne/T. സോ ഇവിടെ നിങ്ങൾ വാല്യൂസ് കൊടുക്കുമ്പോൾ N-ൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത് നോക്ക്? 10⁻20 ആണ്. ഇൻറ്റു ഇലക്ട്രോണിൻ്റെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁻90 ആണ്. ടൈം എന്നുള്ളത് എത്രയാണ്? 0.1. അത് എനിക്ക് എങ്ങനെ എഴുതാം? 1/10 എന്ന് എഴുതാം അല്ലേ?
അപ്പോൾ 1/10 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, 1 × 10⁻⁻1 എന്നും എഴുതാം. ഇതിന് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ നോക്ക്, ന്യൂമറേറ്ററിൽ വരുന്നത് എന്താ, 10⁻20 ആണ്. ദെൻ ഇൻറ്റു ഈ 1.6നെ എങ്ങനെ മാറ്റി എഴുതാം, 16 × 10⁻1 എന്ന് എഴുതാം. ദെൻ 10⁻19 ആസ് ഇറ്റ് ഈസ് എഴുതാം. താഴത്ത് വരുന്ന 10⁻1 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് മാറും, 10⁻+1 ആയിട്ട് മാറും. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ, ഈ +1ഉം -1ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് എന്താ, ഇവിടെ ഒരു -19 ഉണ്ട്, ഇവിടെ ഒരു +20 ഉണ്ട് അല്ലേ. സോ -19ഉം +20ഉം അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 വരും. സോ ഫൈനൽ ആൻസർ 16 × 10. ആൻസർ വരുന്നത് എന്താ, 160 ആംപിയർ. സോ എല്ലാവരും ഓർത്ത് വെക്കുക, വളരെ ഈസി ആയിട്ട് വരുന്നൊരു ഇക്വേഷൻ ആണ്. I = Q/T. ക്വാണ്ടൈസേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം, I = NE/T എന്ന് എഴുതാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എളുപ്പമല്ലേ? ദെൻ അടുത്ത പാർട്ടിലേക്ക് പോവാം. അടുത്ത വീണ്ടും ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് ഷോ ദാറ്റ് 1 ആംപിയർ ഈസ് ഇക്വലന്റ് ടു എ ഫ്ലോ ഓഫ് 6.25 × 10⁻18 എലമെൻ്ററി ചാർജ് പെർ സെക്കൻഡ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞു, I = എന്താണ് ഇക്വേഷൻ, NE/T. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് കറന്റ്, I = NE/T. സോ ഇതിൽ നിന്ന് n നമുക്ക് എങ്ങനെ എഴുതാം, n = IT/E എന്ന് എഴുതാം. ശരിയല്ലേ? n നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, n = IT/E എന്ന് എഴുതാം. ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1 ആംപിയർ കറണ്ട് എന്നാണ് അല്ലേ. സോ കറണ്ടിന് നമുക്ക് എന്ത് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. ദെൻ ടൈം അവർ പറഞ്ഞിട്ടുണ്ട് പെർ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ വാല്യൂ എന്താണ്, 1 സെക്കൻഡ് ആണ്. ദെൻ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്താണ്, നമുക്കറിയാം 1.6 × 10⁻90 ആണ്. സോ കുട്ടികളെ 1 × 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 1 മാത്രമായിട്ട് വരും. ഡിനോമിനേറ്ററിൽ വരുന്നത് ഈ 1.6നെ എനിക്ക് എങ്ങനെ എഴുതാം, 16 × 10⁻1 × 10⁻19 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഈ -1ഉം -19ഉം കൂടി പ്ലസ് ചെയ്താൽ -20 വരും. അത് നമുക്ക് എവിടേക്ക് എടുക്കാം, ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ 10⁻20 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടുന്നു, 16 കിട്ടുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 10⁻20 ഞാൻ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് 10² മറ്റൊന്ന് 10⁻18. ദെൻ ഡിനോമിനേറ്ററിൽ ആരുണ്ട്, 16 ഉണ്ട്. ഡിനോമിനേറ്ററിൽ ആരുണ്ട്, 16 ഉണ്ട്. സി ഇവിടെ എന്ത് ചെയ്യാം, 10² / 16. അപ്പോൾ നമുക്ക് ഡിവിഷൻ നോക്കാം അല്ലേ. ഡിവൈഡ് ചെയ്യണം, 100 ഡിവൈഡഡ് ബൈ 16. 10² എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 ആണ്. അതിനെ നിങ്ങൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് ആണ്, 16 എന്താണ്, ഡിവൈസറാണ്. വളരെ എളുപ്പമാണ്. എങ്ങനെ ചെയ്യാം, 10ൽ എന്തായാലും 16 നമുക്ക് അല്ലേ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. 100ൽ എത്ര പ്രാവശ്യമാണ്, 6 ടൈംസ് ആണ്. 6 × 16 ചെയ്താൽ 6 10s 60 വരും. 6 6 36 വരും. 60 + 36 എന്താ, 96 വരും. സോ ഇവിടെ എന്താണ് വരിക, 96 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 വരും. 40 ആക്കി ഇവിടെ ഞാനൊരു ഡെസിമൽ പ്ലേസ് കൺസിഡർ ചെയ്തു. 40ൽ എത്ര 16 ഉണ്ട്, എത്ര 16 ഡിവിഷൻ ചെയ്താൽ പോകും, 2 ടൈംസ് 2 16s are 32. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 8 വരും, 80 ആകും അല്ലേ. ഡെസിമൽ ഞാൻ വീണ്ടും 0 ആഡ് ചെയ്തു. 80ൽ എത്ര 60 ഉണ്ട് കുട്ടികളെ, എല്ലാവരും പറഞ്ഞേ. 16 × എത്രയാണ് 8 വരിക, 5 ടൈംസ്. വളരെ എളുപ്പമാണ്. സോ എന്ത് വന്നു, 5 × 16s are 80. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 0 വരും. സോ ആൻസർ വരുന്നത് എന്താ, 6.25. ആൻസർ വരുന്നത് എന്താണ്, 6.25 × 10⁻18. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഷോ ദാറ്റ് 1 ആംപിയർ. സോ കറൻറ്റിന് ഞാൻ 1 ആംപിയർ എന്ന് കൊടുത്തു. ദെൻ അവർ പറഞ്ഞിട്ടുണ്ട് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിന് 1 സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതാണ് മീനിങ്. ദെൻ n = IT/E എന്ന് പറയുന്ന ഇക്വേഷനിൽ വാല്യൂസ് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആൻസർ കിട്ടിയില്ലേ. വളരെ ഈസിയാണ്. ഈ ഒരു ആൻസർ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്തു കൂടി വെക്കാം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് അല്ലേ. അതായത് 1 ആംപിയർ പെർ സെക്കൻഡ്, 1 സെക്കൻഡ് ഈച്ച് സെക്കൻഡൊക്കെ ആകുന്ന സമയത്ത് എത്രയായിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഓർത്ത് വയ്ക്കാം. എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരിക, 6.25 × 10⁻18. എന്തായിരിക്കും ആൻസർ വരിക, 6.25 × 10⁻18. ഒന്നുകൂടി പറയൂ, എന്തായിരിക്കും ആൻസർ വരിക, 6.25 × 10⁻18. അപ്പോൾ സെറ്റാണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഹൗ മെനി ഇലക്ട്രോൺസ് pass through a lamp in 1 minute if the current is 300 milliampere. So again, how many means n ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ കുട്ടികളെ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? എത്ര ഇലക്ട്രോൺ, ഹൗ മെനി, n കാൽക്കുലേറ്റ് ചെയ്യണം. സോ എന്നിൻ്റെ ഇക്വേഷൻ എന്താ? എന്നിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചതാണ്, IT/E. വട്ട് ഇസ് n? n ഈക്വൽ ടു IT/E. എന്നിൻ്റെ ഇക്വേഷൻ എന്താണ്? IT/E. വട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് n? I ഇൻറ്റു ടൈം ഹോൾ ഡിവൈഡഡ് ബൈ E. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് 300 മില്ലി ആംബിയർ. സോ കൺവേർഷൻ നമ്മൾ പഠിച്ചു. മില്ലി ആംബിയറിനെ ആംബിയറിലേക്ക് മാറ്റാൻ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മിനിറ്റ്. 1 മിനിറ്റ് എത്ര സെക്കൻഡാ? എല്ലാവർക്കും അറിയാം. 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. അപ്പോൾ 60 സെക്കൻഡ് എന്ന് കൊടുത്തു. ദെൻ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, അതും അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ കണ്ണടച്ച് നമുക്ക് പറയാം എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്? 1.6 × 10⁻⁹. എത്രയാണ് വാല്യൂ വരുന്നത്? 1.6 × 10⁻⁹. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ഞാൻ 300 എന്ത് ചെയ്തു? 3 × 10² എന്ന് എഴുതി. ദെൻ 10⁻³ എന്ന് എഴുതി. 60 എങ്ങനെ കൊടുക്കാം? 6 × 10 എന്ന് കൊടുക്കാം. ദെൻ 1.6 എങ്ങനെ എഴുതാം? 16 × 10⁻⁻1 എന്ന് എഴുതാം. ദെൻ 10⁻⁻19 എന്ന് എഴുതാം. ഞാൻ എന്ത് ചെയ്തു? എല്ലാ നമ്പേഴ്സിനെയും ടെൻസിൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോമിലേക്കാക്കി മാറ്റി. ഒന്നുകൂടി പറയാം, 300നെ 3 × 10² എന്ന് എഴുതുന്നു. 10⁻³ ഞാൻ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ കൺവേർഷന് വേണ്ടിയിട്ടാണ്. 60നെ 60യെ 6 × 10 എന്ന് എഴുതുന്നു. ദെൻ 1.6നെ നമുക്ക് 16 × 10⁻⁻1 എന്ന് എഴുതാം. ദെൻ 10⁻⁻19 ആസ് ഇറ്റ് ഈസ്. സോ ഇവിടെ സംഭവിക്കുന്നത് 10⁻⁻19ഉം 10⁻⁻1ഉം ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 10⁻⁻20 ആണ്. 10⁻⁻20 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? 10⁻+20 ആയിട്ട് മാറുന്നു. സോ ബാക്കി വരുന്നത് എന്താ? ബാക്കി വരുന്നത് ഈ +20ഉം -3ഉം പോയാൽ എന്തായി? +17 ആയി അല്ലേ. ദെൻ +17ഉം +2 എന്തായി? 19 ആയി അല്ലേ. ദെൻ 19ഉം ഇവിടെ ഒരു +1 കൂടി ഉണ്ട്. അപ്പോൾ എന്തായി? വീണ്ടും അത് 20 ആയിട്ട് പോകും. ശരിയല്ലേ? ഒരു 10⁻+20 ഈ -20 മുകളിലേക്ക് കയറി വന്നു. അപ്പോൾ അത് +20 ആയി. ശരിയല്ലേ? ദെൻ ആ +20ഉം -3ഉം ചേർന്നാലോ? +17 ആയി. +17 1 80. 18 + 2 again 20. അപ്പോൾ 10 പവർ എന്തുണ്ട്? 10⁻20 അവിടെ ഉണ്ട്. ഇനി നമ്പേഴ്സ് നിങ്ങൾ നോക്കൂ. ഒരു 3 ഉണ്ട്, ഒരു 6 ഉണ്ട്, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 16 ഉണ്ട്. അപ്പോൾ 3 × 6 ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ ബാക്കി ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണ്? 16 ആണ്. 3 × 6 ഹോൾ ഡിവൈഡഡ് ബൈ 16 വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 3 × 6 എന്താ? 18 ആണ്. 18/16 × 10⁻20 വരും. 18/16 × 10⁻20 വരും. എങ്ങനെ നമുക്ക് 18/16 ഡിവിഷൻ ചെയ്യാം നോക്കാം. 16 ഡിനോമിനേറ്ററിലാണ്, 18 ന്യൂമറേറ്ററിലാണ് അല്ലേ. അപ്പോൾ 18/16 ഞാൻ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്ക്. 18ൽ 16 ഒരു പ്രാവശ്യം അല്ലേ. 1 കൊടുത്തു. 1 16 ആവും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 എന്ന് വരും. ദെൻ 20ൽ എത്ര 16 ഉണ്ട്? 20ൽ 16 എന്നുള്ളത് എത്ര പ്രാവശ്യമാണ്? വീണ്ടും അല്ലേ ഒരു പ്രാവശ്യം വരും. 20ൽ 16 ഒരു പ്രാവശ്യം വരും. സോ 1/16 വരുന്നത് എന്താ? 16 വരും. 20 - 16 എത്ര എഴുതാം? 4 എന്ന് എഴുതാം അല്ലേ. ദെൻ നമുക്ക് എന്ത് കൊടുക്കാം? 40 കൊടുക്കാം. 40ൽ 16 എത്ര പ്രാവശ്യമാണ്? എത്ര പ്രാവശ്യം വരും? എന്തായാലും 3 പ്രാവശ്യം വരില്ലല്ലോ അല്ലേ. 2 പ്രാവശ്യം വരും. സോ 2 × 16 എത്ര വരുന്നത്? 32 വരും. 80 വരും. 80ൽ 16 എത്ര പ്രാവശ്യം വരിക? 5 പ്രാവശ്യം. കാരണം 5 × 16 5 × 16 ആൻസർ എത്രയാണ് വരേണ്ടത്? 80 ആണ് വരിക. സോ നമുക്ക് കിട്ടുന്നത് എന്താ? 1.125. അപ്പോൾ എങ്ങനെ എഴുതാം? ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എഴുതാം 1.125 ×
20 എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഹൗ മെനി ഇലക്ട്രോൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ആൻസർ വരുന്നത് 1.125 ഇൻറ്റു 10⁻20. വളരെ ഈസിയാണ്. സോ മാത്തമാറ്റിക്കൽ ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ അതുപോലെയുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ കൺഫ്യൂഷനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് സമയം പിടിക്കും. എന്നാലും ബൈ പ്രാക്ടീസ് അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെറ്റാണെന്ന് കരുതുന്നു. എല്ലാവർക്കും സെറ്റല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കാം. ഫിഗർ ഷോസ് എ പ്ലോട്ട് ഓഫ് എന്താ പറയുക കറൻറ്റും അതുപോലെ ടൈം ഗ്രാഫും നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അവർ ചോദിക്കുകയാണ് ലൈക്ക് ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോ ത്രൂ ദ വയർ ഡ്യൂറിങ് ദിസ് ടൈം പീരീഡ് ആണ്. വളരെ ഈസിയാണ്. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മാർക്ക് വാങ്ങാം. കറൻറ്റ് ടൈം ഗ്രാഫാണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അറിയാവുന്ന രണ്ട് ഷേപ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ട്രയാങ്കിളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലൈക്ക് സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഇതിൻ്റെ ഏരിയ ഞാൻ കാണുമ്പോൾ ഹാഫ് ഇൻറ്റു ഇതിൻ്റെ അല്ലേ ബേസ് വരുന്നത് എന്താ 5 ആണ്. ദെൻ ഇതിൻ്റെ ഹൈറ്റ് വരുന്നതും 5 ആണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 25/2 എന്ന് വരും. ആൻസർ എത്ര വരും? 12.5. ഈസി അല്ലേ? വളരെ ഈസിയാണ്. അതിൻ്റെ ഏരിയ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്പർ 2 സെക്കൻഡ് പാർട്ടിൽ വരുന്നത് നോക്ക്. ഇതിൻ്റെ ഈ ഒരു സ്ക്വയറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5-ൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്നത് എവിടെയാണ്? 10-ലാണ് അല്ലേ? അതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് 5-ഉം ഫൈനൽ പോയിൻ്റ് 10-ഉമാണ്. അപ്പോൾ 10 - 5 എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട് 5-ഉം അതേ സമയത്ത് ഹൈറ്റ് സെയിം ആണ്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഷേപ്പിൻ്റെ ഏരിയ കാണുമ്പോൾ അല്ലേ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ലൈക്ക് നീളം ഇൻറ്റു വീതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുത്താൽ മതി. അപ്പോൾ 5 × 5 25 വരും. ടോട്ടൽ കിട്ടണമെങ്കിൽ 12.5 + 25 നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 25 + 10 35 37.5 37.5. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കൂളമായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അതായത് നമുക്കൊരു കർവ് തന്നാൽ, ഒരു ഗ്രാഫ് തന്നാൽ, കറൻറ്റും ടൈമും ഒരു ഗ്രാഫ് തന്നാൽ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? So dear students, very easily we can calculate the area of the given shape, and after that finally we have to add whatever the shapes areas, then answer നമുക്ക് കിട്ടുന്നത് ചാർജ് ഫ്ലോ ആയിരിക്കും. വളരെ എളുപ്പമല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വളരെ ഈസിയാണ് അല്ലേ? യെസ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിൽ എന്താ പറയുന്നത് നോക്കാം. വീണ്ടും ഒരു പ്രോബ്ലം കൂടിയാണ്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് Q(t) അല്ലേ? Q തന്നിട്ടുണ്ട് AT² + BT + C എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? AT² + BT + C. റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ AB ആൻഡ് C. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ +1-ലെ ലൈക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റും കൂടി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യാം നോക്കാം അല്ലേ? റൈറ്റ് ദ ഡയമെൻഷൻ. സോ നമുക്കറിയാം I = നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? I = എന്താ പഠിച്ചത്? Q/T പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് Q = എങ്ങനെ എഴുതാം? IT എന്ന് എഴുതാം. Iൻ്റെ നമ്മൾ ക്യാപിറ്റൽ A ആണ് അതിൻ്റെ ഡയമെൻഷൻ പഠിച്ചിട്ടുള്ളത്. Tയുടെ ഡയമെൻഷൻ പഠിച്ചിട്ടുള്ളത് എന്താ? ക്യാപിറ്റൽ T ആണ്. സോ ഡയമെൻഷൻ എഴുതുമ്പോൾ ഇവിടെ AT എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ A ആസ് ഇറ്റ് ഈസ് T² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? T² ആണ്. പ്ലസ് B × T എന്ന് പറയുമ്പോൾ ടൈം T ആണ്, പ്ലസ് C ആണ്. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. +1-ൽ പഠിച്ചൊരു കോൺസെപ്റ്റാണ് പ്രിൻസിപ്പൽ ഓഫ് ഹോമോജീനിറ്റി. +1-ൽ
നമ്മളെല്ലാവരും നിങ്ങൾക്ക് സ്റ്റുഡൻസ് പഠിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതായത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ. സോ അത് നിങ്ങളൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കൂ. എന്താണ് വരുന്നത്? എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ ടി ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം. ടി സ്ക്വയറും ടിയും ക്യാൻസൽ ചെയ്താൽ ബാക്കി അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് എന്തായിരിക്കും? 80⁻⁻1. സോ എ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ആ എ എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ വന്നത് എന്താണ്? 80⁻1 ആണ്. ദെൻ ബി ടി ഒന്ന് ചെക്ക് ചെയ്യൂ. അതായത് എ ടി ഈക്വൽ ടു ബി ടി എന്ന് നമ്മൾ എഴുതി. ഇതിൽ നിന്ന് ബി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എ ടി ബൈ ടി എന്ന് എഴുതാം. ടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതേ സമയത്ത് നമുക്ക് ബി ഈക്വൽ ടു ഡയമെൻഷൻ എന്ത് മാത്രമായിട്ടാണ് വരുന്നത്? എനോട് സിമിലർ ആയിട്ട് വരുന്നു. ദെൻ വാട്ട് അബൌട്ട് സി? സി എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് സി ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? 80 എന്ന് മാത്രമായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയും റൈറ്റ് സൈഡിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എ ബി സി എന്ന് പറയുന്ന ടേംസിൻ്റെ ഡയമെൻഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വളരെ എളുപ്പമല്ലേ? സോ അതും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി ആൻഡ് സി. ഇഫ് ദ വാല്യൂ ഓഫ് എ ബി ആൻഡ് സി ഗിവൻ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറൻറ്റ്. സോ ഡിയർ സ്റ്റുഡൻസ്, ഓൾറെഡി നമ്മൾ പഠിച്ചു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ഐ ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് എന്താണ്? ഡി ക്യൂ ബൈ ടി ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ? ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി ആണ് അല്ലേ? സോ ഈ ഗിവൻ ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡിഫറൻസിയേഷൻ നടത്തണം. സോ ഐ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡി ക്യൂ ബൈ ഡി ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എ ടി സ്ക്വയർ ആണ് അല്ലേ? സോ എ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എന്താ? 2t. നമ്മൾ പഠിച്ചതാണ്. ദെൻ ബി ടി ആണ്. ബിയുടെ ഡിഫറൻഷ്യൽ എന്താ? ബി ഇൻറ്റു 1 വരും. സി എന്ന് പറയുന്ന ടേമിൻ്റെ കൂടെ ടി ടേം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവില്ല? ഡിഫറൻഷ്യൽ ടേം ഉണ്ടാവില്ല. സോ അത് എഴുതേണ്ട ആവശ്യമില്ല, 0 ആയിട്ട് വരും. സോ നമുക്ക് കിട്ടുന്നത് 2at പ്ലസ് ബി എന്ന് കിട്ടും. ഇനി വാല്യൂസ് നോക്ക്. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് അവർ തന്നിട്ടുണ്ട് അല്ലേ? എ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 2 ഇൻറ്റു 5 ഇൻറ്റു അറ്റ് ടി ഈക്വൽ ടു എത്ര സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്? 5 സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞത്? 3 ആണ്. സോ 2 ഇൻറ്റു 5 10 പ്ലസ് 5 50 പ്ലസ് 3. സോ ആൻസർ വരുന്നത് എന്താണ്? 53 ആംപിയർ ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. എ ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ വരുന്നത് 280 ആണ്. ബി ടിയുടെ ഡിഫറൻഷ്യലോ ജസ്റ്റ് ബി ഇൻറ്റു 1 എന്ന് എഴുതാം. ദെൻ സി 0 ആയിട്ട് വരും. 2 ഇൻറ്റു എയുടെ വാല്യൂ 5 ആണ്, ടിയുടെ വാല്യൂ 5 ആണ്, ബി വാല്യൂ അവർ തന്നിട്ടുണ്ട് 3. സോ 2 ഇൻറ്റു 5 10 ഇൻറ്റു 5 50 പ്ലസ് 3 53 ആംപിയർ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഒരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതായത് എങ്ങനെ നമുക്ക് ഡയമെൻഷൻസ് കാണാം, മോർ ഓവർ ആ ഡയമെൻഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ പറ്റ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച്, അതായത് ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി യൂസ് ചെയ്തിട്ട് ആ ഒരു ആൻസർ എങ്ങനെ സോൾവ് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ.